ഹോശനിശിനിയായിട്ട് നമുക്ക് കൊഴുക്കട്ട എങ്ങനെയാണ് നല്ല സോഫ്റ്റായിട്ട് ബലം വയ്ക്കാതെ വിണ്ട് കീറാതെ ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ പുഴുക്കല്ലരി ഇട്ട് അതിലേക്ക് ഒരു 4 ഏലക്കായ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ചുക്കും ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി പൊരിഞ്ഞ് വരുമ്പോൾ അത് മാറ്റി വെച്ച് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കത് പൊടിച്ച് മാറ്റി വയ്ക്കാം. ആ സമയത്ത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ട പൊടി തയ്യാറാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 1 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു നിറയെ ടേബിൾ സ്പൂൺ പൊടി എടുത്തിട്ട് കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇതാണ് കേട്ടോ നമ്മൾ കൊഴുക്കട്ട ബലം വയ്ക്കാതിരിക്കാനുള്ള ഒരു ടിപ്പ്. അതിന് ശേഷം നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് അരിപ്പൊടി എടുത്ത കപ്പിൽ 1 കപ്പാണെങ്കിൽ അതിൻ്റെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുറുക്കി വരുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള അരിപ്പൊടി ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരുവിധം ചൂടാറി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുഴയ്ക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള പൊടിയും കിട്ടും. അതുപോലെ തന്നെ കൈമലൊന്നും ഒട്ടുമില്ല. നമുക്ക് നല്ല സോഫ്റ്റ് ബലം വയ്ക്കാതെ വിണ്ട് കീറാത്ത കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കൂ. വെള്ളം ഒഴിച്ച് കുഴയ്ക്കാതെ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് പൊടി കലക്കിയത് 1 ടേബിൾ സ്പൂൺ കലക്കിയത് ഒഴിച്ചതിന് ശേഷം അത് കുറുതായി വരുമ്പോൾ നമ്മൾ ബാക്കിയുള്ള പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വയ്ക്കുക. ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ കയ്യിലൊന്നും ഒട്ടുമില്ല. അതുപോലെ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ നമ്മുടെ കൊഴുക്കട്ട. ഇനി നമ്മൾ സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കണേലേക്ക് ചേർക്കണ കൂട്ട് തന്നെ ഉണ്ടാക്കുക. നാളികേരം ഞാൻ 1 മുറി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഒഴിക്കുക. എന്നിട്ട് അത് വലിയിക്കാനായിട്ട് വയ്ക്കുക. ആ സമയത്ത് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പുഴുക്കല്ലരിയും ചുക്കും ഏലക്കായും കൂടി ചേർത്തിട്ടുള്ള ആ പൊടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി വലിച്ചെടുക്കുക. അതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഓരോ ഉരുളകളാക്കുക. നമുക്ക് എന്നിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിത് ഈ പരിവായപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഉരുളകളാക്കി ഇത് മാവ് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ കുഴച്ചെടുക്കാനും അതുപോലെ ഉരുട്ടി നല്ല സോഫ്റ്റായി ഇരിക്കണം. കാരണം ഉണ്ടാക്കിയെടുക്കാൻ വിണ്ട് കീറിയില്ല. അപ്പോൾ എളുപ്പം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഇതുപോലെ ഓരോ ഉരുളകളെടുക്കുക. ഇതുപോലെ കുഴി പോലെയാക്കി എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ടീസ്പൂൺ കൊണ്ട് വേണമെങ്കിൽ കോരി വയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഉരുളകളാക്കി മാറ്റി വെച്ചിട്ട് അതിലത്തെ ഓരോ ഉരുള വീതം എടുത്ത് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ അത് ഞാൻ 1 ടീസ്പൂൺ കൊണ്ട് കോരി ഇതിലേക്ക് വെച്ചിട്ട് ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. അതിന് ശേഷം അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് ഉരുളകളാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതുപോലെ എല്ലാം നല്ല സോഫ്റ്റാക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫില്ലിങ്. അത് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് ശേഷം ഞാൻ കുറച്ച് പകുതി മാവ് അതിലത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പീച്ചമ്പടി ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ മാവിലേക്ക് തന്നെ കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുത്ത് ഓരോ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ പീച്ചി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓശാന ഞായറിനുള്ള കൊഴുക്കട്ടയും പീച്ചമ്പടിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഇതുപോലെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അപ്പച്ചമ്പിൽ ആവി വെച്ച് വേവിച്ചെടുക്കാം. അതൊരിക്കലും മുട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി ഒരുവിധം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ മീത വെച്ച് നമുക്ക് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ അത് നമ്മുടെ കൊഴുക്കട്ടയും പിച്ചമ്പടിയും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇന്ന് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. ഇത് ഹാർഡാവില്ല. എത്ര സമയം ഇരുന്നാലും ഹാർഡാവില്ല കേട്ടോ. മുറിച്ചത് കാണിച്ചു തരാം. ഇതാ കണ്ടോ, മുറിച്ചിരിക്കണം. കണ്ടാൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. എല്ലാവരും
വാങ്ങിക്കാതെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം.